ഹായ് ഹലോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് ബുധനാഴ്ച രാത്രി മോനെ പഠിപ്പിക്കുന്ന സീനാണ് കാണുന്നത്. അതൊരു വലിയ ടാസ്ക്കാണ്. പിന്നെ അവൻ പഠിച്ചിട്ടിരിക്കുന്നുണ്ട് ഒരു സൈഡിലിരുന്ന്. അപ്പോൾ എനിക്ക് രണ്ടാമൂഴം ബുക്ക് ഒരാൾ വായിക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊന്നും എൻ്റെ കയ്യിൽ കിട്ടിയായിരുന്നു. അപ്പോൾ ഞാനത് അടുക്കി വെക്കുന്ന ഇതെൻ്റെ ബുക്സ് കളക്ഷൻസാണ്. എനിക്ക് ബുക്സ് ഇങ്ങനെ വാങ്ങി അടുക്കി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വായിച്ചില്ലെങ്കിലും വാങ്ങി വെക്കാറുണ്ട് കേട്ടോ, വായിക്കാറുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും കറണ്ട് പോയപ്പോൾ ഞാൻ മെഴുകുതിരി കത്തിച്ച് വയ്ക്കുന്നു. എനിക്ക് കുറച്ചുകൂടി വായിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ മെഴുകുതിരി കത്തിച്ച് പെട്ടെന്ന് വായിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ മടി പിടിച്ച് വായിക്കത്തില്ല, പിന്നെ അടച്ചു വയ്ക്കും. അതൊക്കെ കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നപ്പോഴത്തേക്കും രാവിലെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നോക്കിയിട്ട് ഓർഡർ ചെയ്ത സെറ്റുമുണ്ട്, മുള്ളോത്തിൻ്റെ സെറ്റുമുണ്ടും പുളിയിലക്കര സെറ്റുമുണ്ടും നല്ല രസമാണ് കേട്ടോ. സെറ്റുമുണ്ട് നല്ല, ഞാനതെങ്ങനെ ഉണ്ടെന്ന് എടുത്ത് നോക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പുളിയിലക്കര സെറ്റുമുണ്ട് വാങ്ങണമെന്ന്. അങ്ങനെ വാങ്ങിയപ്പോൾ വിത്ത് ബ്ലൗസും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. സെറ്റുമുണ്ട് കളക്ഷൻസ് എനിക്കുണ്ട്, പക്ഷേ സാരി അങ്ങനെ ഞാൻ വാങ്ങാറില്ല. സെറ്റുമുണ്ട് എൻ്റെ അടുത്ത് ഒരുപാടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ നാളെ ഇട്ടിട്ട് പോകേണ്ട ഡ്രസ്സ്, അവൻ്റെ യൂണിഫോം, എൻ്റെ ഡ്രസ്സ് ഇതൊക്കെ എടുത്ത് വെക്കും. രാത്രി എടുത്ത് വെക്കും. രാവിലെ കിടന്ന് തപ്പാൻ എനിക്ക് പറ്റത്തില്ല. സോക്സ് എവിടെ, പാൻ്റ് എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ രാവിലെ അയൺ ചെയ്യും. എടുത്ത് വെച്ച് നിന്നപ്പോൾ അവനെന്തോ കോസ്റ്റ് കാണിക്കുന്നുണ്ട് അവിടെ. പിന്നെ ബോൾ കളിക്കുന്നതാകണ്ട അവിടെ. ഞാൻ പറയുന്നുണ്ട് ബോൾ കളിക്കുന്നതൊക്കെ ശരി, ടി വിയിൽ എങ്ങാനും കൊണ്ട് അപ്പോൾ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പം പുറത്ത് മഴ പെയ്യുന്ന സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ വലിയ മഴയൊന്നുമല്ല, ചെറിയൊരു തൂളലുണ്ട്, 2-3 തുള്ളി അത്രയേ ഉള്ളൂ. എന്നാലും മുറ്റമൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഇത് വ്യാഴാഴ്ച രാവിലെയാണ്. വ്യാഴാഴ്ച രാവിലെ ഞാൻ പിന്നെ ഇങ്ങനെ 2 ദിവസത്തെ ചേർത്ത് എഡിറ്റ് ചെയ്യുവാണ്. എനിക്ക് സമയം കിട്ടാറില്ല എഡിറ്റ് ചെയ്യാനും ഒന്നിനും. അതുകൊണ്ട് വ്യാഴാഴ്ച രാവിലെ അങ്ങനെ വീഡിയോ എടുക്കാനും സമയം കിട്ടാറില്ല. ചില ദിവസങ്ങൾ അങ്ങനെ എടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ മോൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കുന്നത്. അപ്പോൾ ചോറ് അവന് കറി വന്നിട്ട് അതിലൊഴിച്ച് കൊടുക്കും. കാരണം തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പാത്രം കഴുകാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവൻ കഴിക്കില്ല, ചിലപ്പോൾ കൊണ്ടുപോയി കളയും. ഇതാ ഒഴിക്കുന്നതാകുമ്പം കഴിച്ചോളും. അപ്പോൾ മേലിലൊരു പാത്രം വെച്ചിട്ട് എൻ്റെ മേലെ നമ്മുടെ മുരിങ്ങയില തോരനും വെച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങാച്ചാർ അമ്മ കൊണ്ടു തന്നതാണ്, അതും വെച്ച് അതാണ് ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. പിന്നെ കടച്ചക്ക തീയലാണത്, കടച്ചക്ക വറുത്തരച്ച് വെച്ചതാണ് ഒഴിച്ചത്. അപ്പം പണ്ട് ഞാനാണെങ്കിൽ എല്ലാം ഒരു പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുപോകാൻ മടിച്ചിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട്, അപ്പോൾ നമ്മുടെ ഹാൻഡ് ബാഗ് നിൽക്കും ഒരു പാത്രത്തിലായിരുന്നു. ഇപ്പോൾ പിന്നെ ഞാൻ ലഞ്ച് ബാഗ് എടുക്കാറുണ്ട്. അപ്പോൾ ലഞ്ച് ബാഗ് എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു 3-4 പാത്രമുണ്ട് എൻ്റെ കയ്യിൽ. അതുകൊണ്ട് എനിക്കുള്ളതെല്ലാം ഞാൻ സെപ്പറേറ്റായിട്ടേ എടുക്കുകയുള്ളൂ. ഇത് എൻ്റെ ലഞ്ചാണ്. അപ്പോൾ ഞാനതിൽ എനിക്കുള്ള ചോറെടുത്തിട്ട് അതിൻ്റെ മേലെ തന്നെ എനിക്ക് അതിലൊരു ചെറിയൊരു പാത്രമുണ്ട്, ടിഫിൻ ബോക്സിൻ്റെ മേലെ. അതിൽ തന്നെ മുരിങ്ങയില തോരനും വെച്ചിട്ടുണ്ട്, അതുപോലെ മാങ്ങാച്ചാറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കടച്ചക്ക തീയൽ വന്നിട്ട് ഞാൻ വേറൊരു പാത്രത്തിലാണ് എടുക്കുന്നത്. എനിക്ക് എല്ലാം കൂടി ഒഴിച്ച് കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ എന്തോ ഒരു ഇഷ്ടമില്ല. അതുകൊണ്ട് പിന്നെ വേറൊന്നുമല്ല, ലഞ്ച് ബാഗിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അപ്പോൾ അതിൽ വെച്ച് കൊണ്ടുപോകും. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊണ്ടുപോയാൽ കഴിക്കാറ്. എനിക്കിവിടെ വീട്ടിൽ നിന്ന് കഴിക്കാൻ സമയം കിട്ടാറില്ല. അതുകൊണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊണ്ടുപോയി. ഇത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലായിട്ട് തീയൽ മാറ്റി വെക്കുന്നതാണ് ഇത്. പിന്നെ അവർക്ക് മോനാണെങ്കിൽ ഫ്രൂട്ട്സ്, പയർ വേവിച്ചത്, ഇങ്ങനത്തെ സാധനങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെ കൊണ്ടുപോകാനാണ് സ്കൂളിൽ നിന്ന് സജസ്റ്റ് ചെയ്യുന്നത്. ബിസ്ക്കറ്റ്, ചിപ്സ് ഇങ്ങനെയൊന്നും കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അവന് അവൽ നനച്ചത് ഇഷ്ടം. അവലും ശർക്കരയും തേങ്ങയും കൂടി തിരുമ്മി കൊടുത്തേക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നും വേണ്ട, ഇത് 3 മതി അവന്. അപ്പോൾ അവൽ നനച്ചത് എടുത്ത് വെക്കുന്ന 10 മണിക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ കഴിക്കും. ഇഷ്ടമുള്ള കൊണ്ടുപോയാൽ പറയും ബ്രേക്കിന് സമയം ഉണ്ടായിരുന്നു, കഴിച്ചിട്ടേ വരുള്ളൂ. ഇഷ്ടമില്ലാത്ത കൊണ്ടുപോയാൽ പറയും ഞാൻ ബ്രേക്ക് സമയം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് കഴിച്ചില്ല എന്ന് പറയും. ഇന്നലെ പയർ വേവിച്ച് കൊടുത്തയച്ച് കഴിച്ചിട്ടില്ലായിരുന്നു, തിരിച്ചു കൊണ്ടുവന്ന് കളയുമായിരുന്നു. ഇത് പിന്നെ തൈര്, എനിക്ക് വേണ്ടി ഞാൻ കുറച്ച് തൈര് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് അവിടെ ഓഫീസിൽ പോയിട്ട് കുറച്ച് വെള്ളം ചേർത്തത് ഞാൻ മോരായിട്ട് കുടിക്കാറുണ്ട്. ചോറ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് മോരായിട്ട് കുടിക്കും. അവന് വേണമെന്ന് പറഞ്ഞ് അവനൊരു പാത്രത്തിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ രാത്രി തന്നെ ഞാൻ വെള്ളം തിളപ്പിച്ച് വയ്ക്കാറുണ്ട്. രാവിലെ ആകുമ്പോൾ ഭയങ്കര ചൂടായിരിക്കത്തില്ലേ, അതുകൊണ്ട് രാത്രി തന്നെ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ച് വയ്ക്കാറുണ്ട്. ആ വെള്ളമാണ് എടുക്കുന്നത്. ചൂടുവെള്ളം കൊടുത്ത് വയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് പച്ചവെള്ളം കുടിക്കും. അതുകൊണ്ട് അതിങ്ങനെ ഇനി അവൻ്റെ ലഞ്ച് ബാഗിന് ഇതൊക്കെ എടുത്ത് വെക്കണം. ഇതൊക്കെ എടുത്ത് വെച്ച് റെഡിയായി സമയം പോകുന്നുണ്ട് കേട്ടോ. രാവിലെ എങ്ങനെയാണ് സമയം പോകുന്നതെന്ന് അറിയത്തില്ല. എത്ര സമയം നമ്മൾ നേരത്തെ എണീറ്റാലും എത്ര പെട്ടെന്ന് സമയം പോകുന്നതെന്നറിയോ. ഓടി പടച്ചാൽ പോകുന്നത് രാവിലെ. എത്ര നമ്മൾ സാവധാനത്തിൽ ചെയ്താലും അല്ലെങ്കിൽ സ്പീഡിൽ ചെയ്താലും സമയം വേഗം പോകും.
അവൻ്റെ ലഞ്ച് വേറെ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ്. എനിക്ക് ഇവിടെ വെച്ച് കഴിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, സമയം പോകുന്ന അറിയാൻ പറ്റത്തില്ല രാവിലെ. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഇന്ന് കഴിക്കാൻ സമയമില്ല. അതുകൊണ്ട് ചട്നിയും ദോശയും ഞാനെടുത്ത് കൊണ്ടുപോയി അവിടെ ഇരുന്ന് ഓഫീസിൽ ഇരുന്ന് കഴിക്കും. ചില സമയത്ത് എനിക്ക് ഇത്തിരി താമസിച്ച് പോയാലും അവിടെ ഇരുന്ന് കഴിക്കാമല്ലോ. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് കഴിച്ച് പോയാൽ ചിലപ്പോൾ താമസിച്ചു എനിക്കുള്ള വെള്ളം എടുക്കുന്നു. ഞാൻ ഇത്ര വെള്ളം കൊണ്ടുപോകാറില്ല. വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അതെന്താണെന്നറിയില്ല, വെള്ളം കുടിക്കണം എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു മടിയാണ്. ഇപ്പോൾ പിന്നെ കുടിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് കുടിക്കാറുണ്ട്. ഇത്രയല്ല കേട്ടോ, വേറെ വേണമെങ്കിൽ ഞാൻ ഓഫീസിൽ പോയിട്ട് എടുക്കാറുണ്ട് വെള്ളം. അവിടെ ചൂടുവെള്ളം എടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുക. ഇത് എൻ്റെ ലഞ്ച് ബാഗൊക്കെ റെഡിയാക്കിയിട്ട് ഇനി പെട്ടെന്ന് ശടപടയെന്ന് റെഡിയായിട്ട് വേണം പോകാനായിട്ട്. അവനെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ ഓഫീസിൽ പോകണം. ഇതായിരുന്നു ഇന്നത്തെ ദിവസം.